കേരളത്തിൽ പുതുവർഷത്തിന് തുടക്കം കുറിക്കുന്ന ചിങ്ങപ്പുലരിക്കൊപ്പമാണ് മലയാളികൾ ഓണാഘോഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം ഉത്രാടം, തിരുവോണം നാളുകളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. ചതയം നാൾ വരെ നീണ്ടു നിൽക്കും കേരളത്തിലെ ഓണാഘോഷം. നാട്ടിലായാലും മറുനാട്ടിലായാലും ഓണം വിട്ട് മലയാളിക്ക് ആഘോഷമില്ല. ഒരു കുഞ്ഞു പൂക്കളമില്ലാത്ത, ഇലയിട്ട് വിളമ്പുന്ന സദ്യയില്ലാത്ത ഒരു ഓണവും മലയാളിയെ കടന്നു പോകില്ല. ഓണവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളീയർക്ക് ഓണം വിളവെടുപ്പ് ഉത്സവവും വ്യാപാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വാമന രൂപത്തിൽ വന്ന മഹാവിഷ്ണു മഹാബലിയോട് 3 അടി മണ്ണ് ചോദിക്കുന്നു. 3 അടി മണ്ണ് അളന്നെടുക്കുവാനുള്ള അനുവാദം മഹാബലിയിൽ നിന്നും ലഭിച്ച വാമനൻ വിശ്വരൂപം കൈക്കൊണ്ടതിനു ശേഷം 2 അടി കൊണ്ട് 3 ലോകവും അളന്നെടുത്തു. 3ാമത്തെ അടിക്കായി കാലെവിടെ വെക്കും എന്ന് വാമനൻ ചോദിച്ചപ്പോൾ അതിനുത്തരമായി മഹാബലി തന്റെ ശിരസ് കുനിച്ചു കൊടുക്കുന്നു. വർഷത്തിൽ ഒരിക്കലെങ്കിലും തന്റെ സ്നേഹം നിറഞ്ഞ പ്രജകളെ കാണുവാനായി നാട്ടിലെത്താൻ അനുവദിക്കണം എന്ന മഹാബലിയുടെ ആഗ്രഹം മഹാവിഷ്ണു അംഗീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി ജനങ്ങളെ കാണുവാൻ എത്തുന്നു എന്നാണ് ഐതിഹ്യം. അത്തം ഓണാഘോഷത്തിന്റെ ആരംഭ ദിനമാണ് അത്തം. 1ാം ഓണമായാണ് അത്തം ആഘോഷിക്കപ്പെടുന്നത്. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഗൃഹത്തിൽ ഐശ്വര്യവും കുടുംബത്തിൽ ശ്രേയസ്സും ഉണ്ടാക്കും. മാവേലി തമ്പുരാനെ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതായി കരുതപ്പെടുന്ന തൃപ്പുണിത്തുറയിൽ അത്തച്ചമയം എന്ന മഹത്തായ ഘോഷയാത്ര വളരെ വിപുലമായി ആചാരമര്യാദകളോടെ നടത്തിവരുന്നതും ഈ ദിവസം മുതലാണ്. ആളുകൾ വീടുകളിൽ പൂക്കളം കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങുന്നത് ഈ ദിവസം മുതൽക്കാണ്. മാവേലി തമ്പുരാൻ ഓരോ പ്രജകളെയും കാണാൻ എത്തുന്ന ദിവസമായിട്ടും ഇതിനെ അടയാളപ്പെടുത്തുന്നു. വളരെ ചെറുതും മഞ്ഞ നിറത്തിലുള്ളതുമായ ചെത്തിപ്പൂക്കളാൽ അലങ്കരിച്ചതാണ് അത്തം ദിവസത്തെ ഓണാഘോഷം. വീടുകളിൽ പൂക്കളം കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങുന്നത് ഈ ദിവസം മുതൽക്കാണ്. മാവേലി തമ്പുരാൻ വാമനോടൊപ്പം ഓരോ പ്രജകളെയും കാണാൻ എത്തുമെന്നാണ് വിശ്വാസം. ചിത്തിര 2ാം ഓണം വരുന്നത് ചിത്തിര നക്ഷത്രത്തിലാണ്. ഓണത്തിന്റെ 2ാം ദിവസമാണ് ചിത്തിര. വിശ്വാസമനുസരിച്ച് അത്തത്തിന് 1 കളം പൂവും ചിത്തിരയ്ക്ക് 2 കളം പൂവുമാണ് ഇടുന്നത്. ഈ നാൾ മുതൽ തന്നെ ഓണത്തെ വരവേൽക്കാനായി വീടും പരിസരവും വൃത്തിയാക്കുന്ന ചടങ്ങിലേക്ക് മാറുകയാണ് പഴയകാല പതിവ്. ചിത്തിരയിൽ പൂക്കൾ ഉപയോഗിച്ച് 2ാമത്തെ വട്ടമിട്ട് പൂക്കളത്തിന്റെ വലിപ്പം കൂട്ടുന്നു. ഈ നാൾ മുതൽ തന്നെ തിരുവോണത്തെ വരവേൽക്കാനായി ആളുകൾ വീട്ടുസാധനങ്ങൾ വാങ്ങി ഒരുങ്ങി നിൽക്കുന്നു. 2024 ചിത്തിരയ്ക്ക് വേറൊരു പ്രത്യേകതയുമുണ്ട്. വിനായക ചതുർത്ഥി. സർവ്വതടസ്സങ്ങളും നീക്കിത്തരുന്ന വിഘ്നേശ്വരന്റെ ദിനമായിട്ടാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഓണത്തിന്റെ 3ാം നാൾ ചോതി. ഗൃഹനാഥന്റെ കയ്യിലെ പണം കുറഞ്ഞു വരുന്നത് ചോതിനാൾ തൊട്ടാണ്. ഓണക്കോടിയില്ലാത്ത ഒരു ഓണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും മലയാളിക്ക് സാധിക്കുകയില്ല. പണ്ട് കസവുമുണ്ടാണ് ഓണക്കോടിയായി നൽകിയിരുന്നത്. വർഷത്തിലൊരിക്കൽ തന്റെ നാട് കാണാനെത്തുന്ന മഹാബലിയെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഒരുങ്ങി വരവേൽക്കുക എന്നതാണ് ഓണക്കോടിയുടെ പിറവിക്ക് പിന്നിൽ. കുടുംബാംഗങ്ങൾ പുതിയ വസ്ത്രവും ആഭരണവും പരസ്പരം കൈമാറുന്നത് ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്നു. ഇന്നേ ദിവസം അത്തപ്പൂക്കളത്തിലേക്ക് 1ലധികം പാളി പൂക്കൾ ചേർക്കുന്നു. ഇത് പൂക്കളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അത്തപ്പൂക്കളമിടാൻ എല്ലാ പൂക്കളും ഉപയോഗിക്കാറില്ല. കാശിപ്പൂവ്, തുമ്പപ്പൂവ്, അതിരാണിപ്പൂവ്, ശംഖുപുഷ്പം, ചെത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, നന്ദ്യാർവെട്ടപ്പൂവ്, മന്ദാരം എന്നിവയെല്ലാം പൂക്കളത്തിലെ പ്രധാന വിഭവങ്ങളാണ്. നുള്ളിയെടുക്കാൻ പ്രയാസമാണെങ്കിലും വെളുത്ത തുമ്പപ്പൂവും സ്വർണ്ണ നിറത്തിലുള്ള മുക്കൂറ്റിപ്പൂവും അത്തപ്പൂക്കളത്തിലെ പ്രധാന ഘടകങ്ങളാണ്. വിശാഖം 4ാം ഓണമാണ് വിശാഖം. ഓണാഘോഷത്തിന്റെ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ ദിവസമാണ് ഓണസദ്യ അഥവാ ഓണവിരുന്നിന് തുടക്കമിടുന്നത്. ഈ ആചാരത്തിന്റെ മനോഹാരിത എന്തെന്നാൽ ഓരോ അംഗവും എത്ര ചെറുതാണെങ്കിലും ഈ തയ്യാറെടുപ്പുകളിൽ അവരവരുടേതായ സംഭാവനകൾ നൽകേണ്ടതുണ്ട് എന്നതാണ്. പരമ്പരാഗത രീതി അനുസരിച്ച് നാവിൽ വെള്ളമൂറുന്ന 26 വിഭവങ്ങൾ നിറഞ്ഞ വിഭവസമൃദ്ധമായ ഒന്നാണ് ഓണസദ്യയെങ്കിലും ഇപ്പോൾ കുടുംബങ്ങൾ ഇത് സാധ്യമായത്ര
ഗംഭീരമാക്കാൻ ശ്രമിക്കുകയും 10-13 വരെ വിഭവങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ കേരളത്തിലെ ഓണാഘോഷത്തിന്റെയും ഓണസദ്യയുടെയും പ്രാധാന്യം മലയാളത്തിലെ ഒരു പഴയ പഴഞ്ചൊല്ലായ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതിൽ നിന്നാണ്. നിങ്ങളുടെ സ്വത്തുക്കൾ വിൽക്കേണ്ടി വന്നാലും ഓണസദ്യ ഗംഭീരമാക്കാതെ പോകരുത് എന്നതാണ് ഇതിന്റെ അർത്ഥം. ഓണം ഉത്സവം സംസ്ഥാനത്തെ വിളവെടുപ്പ് കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതിനാൽ പണ്ട് കാലത്ത് വിശാഖ ദിനം പൊതുസ്ഥലങ്ങളിലും ചന്തകളിലും വളരെ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു.